ഞങ്ങൾ ഇന്ന് എവിടെ പോവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർപ്രൈസാണ്. അവിടെ ചെന്നിട്ട് കാണിക്കാം. കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇനി ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ആൾക്കാരെയും കൂടെ കൂട്ടുന്നതാണ്. എന്താന്ന് വെച്ചാൽ എല്ലാരും കൂടെ ഒരുമിച്ച് ഇറങ്ങാനിരുന്നതാ. പക്ഷെ ഒരുക്കം ഇച്ചിരി കൂടുതലായതുകൊണ്ട് എല്ലാത്തിനും സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പതിയെയാണ് റെഡിയായത്. അതുകൊണ്ട് ഞങ്ങളെ വിട്ടിട്ട് അവർ പോയി. എന്തായാലും നമുക്ക് എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ടല്ലേ, അതേപോലെ ഇതും വിജനമായ സ്ഥലമാണ്. കൂടാര പെരുന്നാൾ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ ഓണം ക്രിസ്മസ് ഒക്കെ ഇല്ല, അതേപോലെ ഇസ്രായേലികളുടെ ഒരാഘോഷമാണ്. അതിനെക്കുറിച്ച് ആധികാത്മികമായി പറയാനൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. എന്തായാലും അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ ഷോപ്പുകളും എല്ലാം അടച്ചിട്ടേക്കുക. പക്ഷെ അതുകൊണ്ട് അത്ര രസമില്ല കേട്ടോ. എന്താണ് ഇനി പറയണ്ടത്? അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ പുതിയ കൂട്ടുകാരാണുള്ളത്. പഴയ കൂട്ടുകാരൊക്കെ ഇന്ന് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ഇതാണ് കൂടാര പെരുന്നാളിനോടനുബന്ധിച്ച് അവർ റെഡിയാക്കിയേക്കുന്നതാണ്. ഷോപ്പുകൾ പോലും ഇവരിങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. വീടുകൾക്ക് ഫ്രണ്ടിലൊക്കെ ഉള്ളത് വേറെ രീതിയിലാണ്. നല്ല വെയിലുണ്ട്. എൻ്റെ ദൈവമേ, കുടയെടുക്കാൻ മറന്നുപോയി. ഇത് നമ്മുടെ കാൽവരി പള്ളിക്ക് സമീപമുള്ള വളരെ മനോഹരമായ ഒരു പാർക്കാണ്. ഇവിടെ എല്ലാ സൺഡേയും മലയാളികൾ ഫുഡൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പിന്നെ ചില ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്. മലയാളീസ് മാത്രമല്ല, ചിലരൊക്കെ കാണിക്കും. അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. രണ്ട് ചേച്ചിമാരവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് കുറേ പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് റൂമിൽ പോയപ്പോൾ. അവരാണ് ഇതൊക്കെ. ഇവരാണ് ഈ ചേച്ചി. 13 വർഷമായിട്ട് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു. ഈ ചേച്ചി പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ ലാസ്റ്റ് ഒരു പാർട്ടിയും പിന്നെ ചേച്ചി കാണാത്ത കുറച്ച് പ്ലേസുകളൊക്കെ കാണാൻ പോകും. ഞാനും കണ്ടിട്ടില്ല. എന്തായിരുന്നു ചേച്ചി? രക്തപ്പറമ്പ് എന്ന് പറയും. ബൈബിളിലൊക്കെ പ്രതിപാദിച്ചിട്ട് അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. ചേച്ചിയുടെ പേരെന്തായിരുന്നു ചേച്ചിയുടെ? കണ്ണൂരാണ് വീടല്ലേ? ഓക്കെ. എത്ര വർഷമായി വന്നിട്ട്? ഞാൻ വന്നിട്ട് 10 വർഷം. 10 വർഷമായി. ചേച്ചി 13 വർഷം. ഞങ്ങള് രാവിലെ അങ്ങോട്ട് ഉപ്പുമാവും കഴിച്ച് വയറ് നിറച്ചങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് ഉപ്പുമാവ് കഴിക്കത്തില്ല. നമ്മുടെ ക്യാമറമാൻ ഡാനി. സ്ഥലം തിരുവനന്തപുരം.
അവനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ കാലയില് ഹലോ ഹലോ തടിച്ചു പൂച്ച ഉണ്ടപ്പക്രു. ചൊറിയാൻ വേണ്ടിയാണ് ഓടിക്കും. വന്ന് നോക്കിയപ്പോ എല്ലാവർക്കും ഭയങ്കര സ്പോഞ്ചാ. ഈ വഴി കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നടക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ല. ഇവിടുത്തെ കാക്കയെ തന്നെ കണ്ടോ? നമ്മുടെ അടുത്ത കൂട്ടുള്ള കാക്കയാണോ? കാക്ക ഓരോ സായിപ്പോ ഇവിടുത്തെ. നല്ല കളർഫുൾ. ഏതാണ് നല്ല മാംഗോ? Mango, pomegranate, strawberry banana, lemonade. Let me help you revive. Let me guide you to revive the light. Let me guide you to revive the light. 'Cause there ain't no way. Feel like taking over. മഞ്ഞയാണെങ്കിൽ ഇവിടെ വേറെ കളർ ജിലേബി. ഇതെന്താ മറ്റേ ഇതുപോലെ ഉണ്ടല്ലോ, ടേസ്റ്റ് ഇങ്ങനെ എന്തോ പറയും, ഗുലാബ് ജാം. ഗുലാബ് ജാം ഇതാണോ? അല്ല, അത് എനിക്ക് ഞാൻ കഴിച്ചിട്ടില്ല. അതുപോലെ തോന്നുന്നു. ഇവിടെ നൈറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിന്ന് പോകേണ്ട എല്ലാ സ്ഥലങ്ങളും ജെറുസലേം പള്ളിയെ തൊട്ട് ചുറ്റുവട്ടത്തായി തന്നെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ നടന്നു തന്നെയാണ് എല്ലായിടത്തും പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പുണ്യ പുരാതനമായ പള്ളികളിലേക്കാണ്. അവിടേക്ക് പോകുന്നതിനായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെസ്റ്റേൺ വാൾ വഴി പോകാനാണ്. ഒരുപാട് തവണ എൻ്റെ വീഡിയോസിൽ കൂടി വെസ്റ്റേൺ വാൾ കാണിച്ചിട്ടുള്ളതിനാൽ ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ ആദ്യം പോകുന്നത് വീട്ടിലേക്കാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ദാവീദിന്റെ ശവകുടീരം കാണാനാണ്. വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെ ഞാനൊന്ന് നടന്നു.
അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ലേ. അത് തുറന്നിട്ടുണ്ടോ? ഇത് ഈശോയുടെ അവസാന അത്താഴമില്ലേ, പെസഹ ആചരിച്ചത് ഇവിടെ വെച്ചാണ്. അതിനുശേഷം പിന്നെ ഈശോയുടെ മരണത്തിന് ശേഷം മാതാവും ശിഷ്യന്മാരും ഇവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവരുടെ മേലിൽ എഴുന്നള്ളി വന്നത്. അത് പെന്തക്കോസ്താ ദിവസം ആചരിക്കുന്നത്. അതിനുശേഷം ആണ് ഇവിടുന്നാണ് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് ശക്തി പ്രാപിച്ചതിന് ശേഷം ഇവർ പല സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ആ സ്ഥലം. അന്നേരം ഈ ദാവീദിന്റെ ശവകുടീര അതോടെ താഴെയാണ് കണ്ടില്ല. അവിടെ ചെല്ലുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് ഇവർക്ക് ശബാത്ത് പോലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചേച്ചിക്ക് താങ്ക് യു. ഇത് ചൈനയിൽ നിന്നും വന്ന ടൂറിസ്റ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഈശോയെ പത്രോസ് തള്ളി പറഞ്ഞപ്പോൾ കോഴി കൂവുന്ന ഒരു പള്ളിയുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ആ പള്ളിയാണ് കാണുന്നത്. അവിടെ നിന്നാൽ തന്നെ നമുക്ക് ദൂരെ കാണാൻ സാധിക്കും ഒലിവുമല. ഇതാണ് ഒലിവുമലയിലുള്ള ആ ഒരു പള്ളി. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് അതിൻ്റെ ആ വൈറ്റ് കളറിൽ കാണുന്നതാണ് ജൂതന്മാരുടെ ശവപ്പറമ്പാണ്. പിന്നെ ആ ഗോൾഡൻ കളറിലെ മകുടമായിട്ടുള്ളത് മഗ്ദലന മറിയത്തിൻ്റെ പള്ളിയാണ്. അങ്ങനെ ഏകദേശം ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞ ആ പള്ളി. നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ പള്ളി രണ്ടായി തിരിച്ചിട്ടുണ്ട്, മുകളിലത്തെ നിലയും താഴത്തെ നിലയും. ഇത് മുകളിലത്തെ നിലയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പള്ളിയുടെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു ഗെത്സമയ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും അദ്ദേഹത്തെ കയ്യാഫാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും അവിടെ നിന്നും പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പുലർച്ചെ ആയിരുന്നതിനാൽ അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. ആ സമയത്ത് യേശുക്രിസ്തുവിനെ ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് കെട്ടിത്തൂക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരുപാട് പീഡാനുഭവങ്ങൾ അനുഭവിക്കേണ്ടതുമായി വന്ന ഒരു സ്ഥലമാണിത്. ഈ സ്ഥലങ്ങളെ ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കമൻസായി രേഖപ്പെടുത്തുക. എൻ്റെ ചെറിയ പരിമിതമായ അറിവിൽ നിന്നുമാണ് ഞാനിതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇവിടെ ഇരിക്കാനോ അവിടെ എല്ലാവരും ചവിട്ടി ഇറങ്ങി പോകുന്നത്. ഇവിടെയാകുമ്പോൾ ഒരു കുഴപ്പമില്ല.
ഇവിടെ നിന്നാൽ നമ്മുടെ അലസ്ക മോസ്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വെയിലത്ത് വെട്ടി തിളങ്ങി ഇങ്ങനെ മിന്നി നിൽക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ രണ്ട് പള്ളികൾ കാണാം കണ്ടോ. ഈ ഒരു ഇതിന്റെ എന്താണ് ഐതിഹ്യം? ഇത് അവിടെ തീ കഞ്ഞോണ്ടിരുന്ന സമയത്ത് രാത്രിയിലെ ഒരു സ്ത്രീയെ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീയും ഈശോയുടെ കൂടെയുള്ള ആളല്ലേ? അന്നേരം പത്രോസ് പറയുന്നു, ഞാൻ അവനെ അറിയില്ല. അങ്ങനെ 3 പ്രാവശ്യം പറയും. തള്ളി പറയുന്നു. കോഴി കൂകുന്നു. അന്നേരം യേശു തിരിഞ്ഞു നോക്കുന്നു പത്രോസിനെ. ഇത് ഈ നിൽക്കുന്നത് പടളക്കാരാ, പടനായകനല്ലേ? യേശുവിനെ കൊണ്ടുപോകുന്ന കണ്ട. അപ്പൊ കോഴി കൂവും. സമയം കോഴി കൂകും. അയാള് കള്ളം പറയുമ്പോ അങ്ങനെ 3 പ്രാവശ്യം പറയും. അതിന്റെ ആ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് വിശ്രമം. ഞങ്ങള് വെയിലത്ത് നടന്ന് ഞങ്ങളുടെ പാടും വന്ന് ഇനി ഞങ്ങള് വെള്ളമൊക്കെ കുടിച്ച് കേക്കൊക്കെ ചേച്ചി ഉണ്ടായിക്കൊണ്ടുവന്ന കേക്ക്. എല്ലാരും ക്ഷീണിച്ചു ഞങ്ങളങ്ങനെ ഇവിടെ ഇരിക്കുക. ഒരു കുപ്പി വെള്ളമുണ്ട് ഞങ്ങളുണ്ട്. ഇവിടുന്ന് വാങ്ങിച്ച ഈ ടോപ്പ് കേട്ടോ, ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഈ ഷോൾഡർ ഇങ്ങനെ, പക്ഷെ എന്റെ കുഞ്ഞു ഷോൾഡർ, ഞാൻ ഇന്ത്യക്കാരായോണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ എവിടെ കിട്ടുമെന്ന് പറയൂ. അടുത്ത ടോപ്പ് സത്യമായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല വിരിവും ഹൈറ്റും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ പകുതി വലുതാ, ലൂസാ. അടിങ്ങനത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റാത്ത. അതിന്റെ മോളിൽ കയറി എന്നിട്ട് നോക്കൂ. സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടോ? ഈ സ്റ്റെപ്പിൽ കയറിയാണ് കൊണ്ടുവന്നത്. ഈ സ്റ്റെപ്പ് തുറക്കുന്നത് ഉള്ളി പെസക വ്യാഴാഴ്ച നൈറ്റ്. ഈ വഴി കൂടാണ് യേശുക്രിസ്തുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് അല്ലേ? സെഹിയോൻ ഇവിടെ ഗെത്സമേൻ തോട്ടത്തിൽ നിന്ന് പിടിച്ചിട്ട് കയ്യാഫാസിന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന വഴിയാണിത്. ഇന്നും അതുപോലെ ഇതൊന്നും വർക്ക് ചെയ്യാതെ ഇട്ടു. ഈ വഴി യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നപ്പോൾ ഉള്ള ആ ഒരു പഴമ നഷ്ടപ്പെടുത്താതെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അവിടെ അങ്ങേയറ്റത്തൊരു ഗേറ്റും ഉണ്ട്, അത് തുറക്കാറില്ല. അത് പെസക ദിവസം മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത്. പെസക വ്യാഴം നൈറ്റ് ടൈമിലാണ് ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയാണ് ആ ഗേറ്റ്. ഇത്രയും ഭാഗം ഒന്നും ഒരു കൺസ്ട്രക്ഷൻ വർക്കുകളോ ഒന്നും വരുത്താതെ തന്നെ അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ് ആ പഴമയോടെ. കണ്ടോ, അന്ന് ഇവിടെ നമുക്ക് ഇവിടം തൊട്ട് അവിടം വരെ ഇരുന്ന് ഇവിടെ എല്ലാം തിരി എത്തിച്ചു കൊടുക്കും. നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം. വിശ്വാസികൾക്കായിട്ട് പെസക വ്യാഴ നൈറ്റ് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാം തിരി കത്തിച്ച് വെച്ച് അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള. വ്യാഴാഴ്ച നൈറ്റ് നമ്മുടെ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥനയുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാവരും ജനങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരും. എന്താ പറയുക, പ്രദക്ഷിണമായിട്ട് തിരി കത്തിച്ച് അവിടുന്ന് വന്ന് ഇവിടെ വരെ വരും. എന്നിട്ട് ഇവിടെയാണിത് സമാപനം. ഇത് ഈശോയുടെ അവിടെ. അത് കഴിഞ്ഞ ശേഷം ഇത് തുറന്നു കൊടുക്കും ഇങ്ങനെ. ഓക്കെ. എന്നിട്ട് ഇത് ഈ വഴി കൂടെ തന്നെ തിരിച്ചും പോകും? ഇല്ല, അത് നമ്മൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രം അന്നേരം പറ്റുള്ളൂ. ഇവിടുന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ തിരിച്ചു പോകുന്ന അതിലേ തന്നെ. അതിലെ കൂടെ തന്നെ നമ്മൾ വന്ന വഴി കൂടെ തന്നെ. ഓക്കെ. അവിടെ ഇരുന്ന് കണ്ടോ, ഇതൊക്കെ ആ ഒരു പഴയ ആ ഒരു രീതി തന്നെ.
ഇതൊക്കെ എന്തായിരിക്കും, ഒരു ഗുഹയാണോ? ഓരോ കെട്ടിടങ്ങളുടെയാ പഴയ. ആണോ? റൂം പോലൊക്കെ ഉണ്ടല്ലേ അതിനകത്തോട്ട്. ഓരോന്നൊന്നും അതെല്ലാം അതേപടി അവർ നിലനിർത്തി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഗേറ്റ് അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ കാണാനേ പറ്റൂ. എന്താ വെച്ചി? ഒരാൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ ഇതൊക്കെ നോക്ക്. ഒരു കുടുംബത്തിന് ഉള്ള ഓരോരോ മുറികളാന്ന് തോന്നുന്നു അന്നത്തെ. ഇതോ ഓരോ റൂം പോലുണ്ട് കേട്ടോ. ഒരു ദിവസം ഒരാൾക്ക് സൗകര്യങ്ങൾ കണ്ടില്ല അതേപടി. ഇങ്ങനെ റൂമുകൾ പോലെ ഉണ്ട് ഉള്ളിലേക്ക്. അണ്ടർഗ്രൗണ്ട് കേവ്സ് ആണ് ഇതൊക്കെ.